കോട്ടയത്ത് തകർന്ന ആശുപത്രി കെട്ടിടത്തിന്റെ കാര്യത്തിൽ മന്ത്രിക്കും സ്ഥലം എംഎൽഎക്കും ആശുപത്രി സൂപ്രണ്ടിനും ഉൾപ്പെടെ അവ്യക്തത. ഉപയോഗശൂന്യമായ കെട്ടിടമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ മാലിന്യം തള്ളുന്ന ഇടം എന്നായിരുന്നു മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം. അതേസമയം കെട്ടിടം പൂർണ്ണമായി ഉപയോഗിക്കുന്നില്ലെന്നായിരുന്നു സൂപ്രണ്ടിന്റെ പ്രതികരണം. അവരുടെ വാക്കുകളിൽ ടോട്ടലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ച് കിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഫൈനൽ മീറ്റിംഗ് നമ്മളൊരു മാസം മുൻപ് എടുത്തിട്ടുള്ളതുമാണ്. ഇല്ല താഴത്തെ രണ്ടെണ്ണം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല, മുകളിലത്തെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഉപയോഗിച്ചത്. ഒരു സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ബാത്റൂമാണത്. അത് വേസ്റ്റെല്ലാം കൊണ്ടിട്ടുകൊണ്ടിരുന്നതാണ്, അല്ലാതെ വാടല്ല ഇടിഞ്ഞു വീണേ. മിഥുൻ, ആ പ്രതികരണം മിഥുൻ നേരത്തെ പരാമർശിച്ച 3 പ്രതികരണങ്ങൾ 3 പേർക്കും അവ്യക്തതയാണ്. ഈ കെട്ടിടം അത് ഉപയോഗിച്ചിരുന്നോ അല്ലെങ്കിൽ കെട്ടിടം ജീർണാവസ്ഥയിലായിരുന്നോ, ഇക്കാര്യത്തിലൊക്കെ ആശുപത്രി അധികൃതർക്ക് പോലും കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല മിഥുൻ, നേരത്തെ BJP നേതാവ് പറയുകയുണ്ടായി 2.5 മണിക്കൂർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നു എന്നുള്ളത്. രക്ഷാപ്രവർത്തനം അത് കാര്യമായി നടന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ കെട്ടിടത്തിൻ്റെ പിൻവശത്തുള്ള ഒരു ഭാഗമാണ് തകർന്നു വീണത്, ബാത്റൂമിൻ്റേതായിട്ടുള്ള ഒരു ഭാഗമാണ് തകർന്നു വീണത്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഭാഗത്തേക്ക് ഈ തകർന്നു വീണ ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ചുറ്റും കെട്ടിടങ്ങളാൽ നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്, ഒരു തീപിടുത്തം ഉണ്ടായാൽ, ഒരു അപകടം ഉണ്ടായാൽ അവിടേക്ക് എങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എങ്ങനെ എത്തിക്കുമെന്നായിരുന്നു ഇവിടുത്തെ ഈ ആശുപത്രി മാനേജ്മെന്റ് പദ്ധതി ഇട്ടിരുന്നത്. ഇത്തരത്തിലൊരു വലിയ ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം, ഇതുപോലെ കെട്ടിടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് എന്ത് സുരക്ഷാ മാനദണ്ഡങ്ങളാണ് പാലിച്ചിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരേണ്ടത്. കാരണം ഇവിടേക്ക് ഈ ചെറിയ വലിപ്പം കുറഞ്ഞ ഹിറ്റാച്ചി എത്തിയത് സാധാരണക്കാരായിട്ടുള്ള രോഗികളും കുട്ടിരിപ്പുകാരും എല്ലാം സന്ദർശകരുമെല്ലാം നടന്നു പോകുന്ന ഒരു വഴിയിലൂടെ, കെട്ടിടങ്ങൾക്കിടയിലൂടെയാണ് ഈ വാഹനം എത്തിയത്, ഈ ഹിറ്റാച്ചി അടക്കമുള്ള സാധനങ്ങൾ എത്തിയത്. അതാകട്ടെ പോകുന്ന വഴികളിലെല്ലാം സൂചനാ ബോർഡുകൾ ഉണ്ടായിരുന്നു. ഈ സൂചനാ ബോർഡുകളെല്ലാം ഇലക്ട്രിക് കട്ടറുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് തടസ്സമുണ്ടായിരുന്ന വഴികളെല്ലാം തന്നെ ഇടിച്ചു നിരത്തിയാണ് ഈ ചെറിയ ഹിറ്റാച്ചികൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയത്. അതിനുവേണ്ടി മാത്രം 2.5 മണിക്കൂർ എടുത്തു എന്നുള്ളതാണ്. ആ 2.5 മണിക്കൂർ എടുത്ത് ഈ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷമാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ മുകളിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാൻ തുടങ്ങിയത്. ഏതാണ്ട് 1 മണിയോടുകൂടി ഈ ബിന്ദുവിൻ്റെ മൃതദേഹം ലഭിച്ചത്. അതായത് 3 മണിക്കൂർ നിഷ്ക്രിയമായിരുന്നു. 3 മണിക്കൂർ യാതൊരുവിധ രക്ഷാപ്രവർത്തനവും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രതിഷേധാർഹം. ആദ്യഘട്ടത്തിൽ ആളുകളൊന്നും തന്നെ ഉപയോഗിക്കുന്ന ഇടമല്ല, ആളുകളൊന്നും തന്നെ പോകാത്ത സ്ഥലമാണ് എന്നെല്ലാം മന്ത്രിമാരും ആശുപത്രി സൂപ്രണ്ടുമെല്ലാം പറഞ്ഞിരുന്നെങ്കിലും ഈ ബാത്റൂമിനുള്ളിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ വയനാട് സ്വദേശിയായിട്ടുള്ള 11 വയസ്സുള്ള ഒരു അലീന എന്ന് പറയുന്ന പെൺകുട്ടി ശുചിമുറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് തകർന്നു വീണത്. അതിൻ്റെ ദേഹമാസകലം മുറിവോടുകൂടി ആദ്യഘട്ടത്തിൽ തന്നെ ഈ അപകടം നടന്ന ഉടനെ ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ, രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയത് ആ ഘട്ടത്തിലാണ്. പിന്നീട് ഏതാണ്ട് 3 മണിക്കൂറിന് ശേഷവും ഇതുപോലെ ശുചിമുറി ഉപയോഗിക്കുന്നതിനിടയിലാണ് ബിന്ദുവും അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് കൃത്യമായി ഈ ബാത്റൂം എല്ലാം തന്നെ ഉപയോഗത്തിലുണ്ടായിരുന്നതാണ്. ഇവർ പറയുന്ന പോലെ മാലിന്യം തള്ളാനുള്ള ഒരു യാർഡായിട്ടായിരുന്നില്ല അത് ഉപയോഗിച്ചിരുന്നത്.